ഹലോ, അശ്വിൻസ് ലോട്ടസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ വീട്ടിലുള്ള കുളത്തിൽ ഒരു താമര നട്ടിരുന്നു. അപ്പോൾ അതിപ്പം ഫ്ലവർ വന്നിട്ടുണ്ട്. ബഡ് കണ്ടില്ലേ? അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ഫ്ലവറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാവേ. അപ്പോൾ വാ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം കുറേ ദിവസം ഞാൻ ഷോർട്സ് മാത്രം ചെയ്യുന്നു. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ വീട്ടിലെ കുളത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ലോട്ടസിനെ കുറിച്ചാണ്. ഇത് ഞാൻ മുമ്പ് എപ്പോഴോ വാങ്ങിച്ച് വെച്ച ഒരു ലോട്ടസാണ്. ഐഡിയ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് ഭാഗമായിട്ട് കൂടിയും കുളത്തിൽ നട്ട് വെച്ചാണ്. അപ്പോൾ ഇത് നോക്കിക്കേ, ഇപ്പോഴാണ് ശരിക്കും ഒരു ഫ്ലവർ തരുന്നത്. മുന്നേ എനിക്ക് 2 ഫ്ലവർ തന്നിരുന്നു. ആ ഒരു ഡോർമെൻസി സമയമുണ്ടല്ലോ, ഡിസംബർ മാസം. പിന്നെ എന്താ പറയുക, അങ്ങോട്ട് ഡോർമെൻസ് ആയെന്ന് തോന്നുന്നു. ഗ്രോത്ത് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു മഴയൊക്കെ പെയ്ത സമയത്താണ് ഇതേ നിങ്ങൾ ഈ കാണുന്ന പോലെ വലിയ ജംബോ സൈസ് ഇലയൊക്കെ തന്നുകൊണ്ട്, ഇലയുടെ വലിപ്പം ഞാൻ കാണിക്കാൻ, കണ്ടില്ലേ? ഇതെൻ്റെ കൈയാണ്. ഇലയുടെ വലിപ്പം നോക്കിയേ, അത്രയും വലിയ ഇലകളും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ട് ഇപ്പോഴാണ് എനിക്ക് ഫ്ലവർ തന്നത്. പക്ഷെ എനിക്ക് ഫ്ലവർ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല എക്സ്ട്രാ ലാർജ് വലിപ്പത്തിൽ തന്നെയാണ് എനിക്ക് ഫ്ലവർ തന്നിരിക്കുന്നത്. നോക്കിയേ, നല്ല അടിപൊളി മഞ്ഞ നിറത്തിലുള്ള ഈ എന്താ പറയുക സീഡ് പോഡും അതിനനുസരിച്ചുള്ള പോളൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ലൊരു വൈറ്റ് ലോട്ടസ്. ഇത് വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ വൈറ്റ് അല്ല, പക്ഷെ എന്നാൽ ചെറിയൊരു എന്താ പറയുക ഒരു പേൾ വൈറ്റ് എന്നോ അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ളൊരു വൈറ്റ് കളറാണ്. പിന്നെ അതിൻ്റെ ബോർഡറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഇളം പച്ച നിറത്തിലാണ് അതിൻ്റെ ഔട്ടർ പെറ്റൽസിൻ്റെ ബോർഡേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ? സോ യൂഷ്വലി ഒരു വൈറ്റ് ലോട്ടസിൻ്റെ ബഡ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. കണ്ടില്ലേ? ഇതൊരു വൈറ്റ് ലോട്ടസ് ആണ് അല്ലെങ്കിൽ അത്തരത്തിലോ യെല്ലോ ഷെയ്ഡൊക്കെ ആണെന്നുള്ള ബഡ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഒത്തിരി ബഡ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒന്നുണ്ട്, ഇത് കണ്ടില്ലേ? ഇവിടെ ഒന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇലയൊക്കെ കണ്ടില്ലേ? ഇങ്ങനെ കരയിലോട്ടൊക്കെയാണ് കയറി വരുന്നത്. അതിപ്പോൾ നാച്ചുറലി ഇവരെങ്ങനെ വേണമെങ്കിലും വളരും. ഞാനിപ്പം ഇതിൽ നമ്മളിപ്പം സാധാരണ പോലെ ചാണകപ്പൊടി ഒന്നും കൊടുത്തിട്ടില്ല. വെറും പക്ക നാച്ചുറലായിട്ടുള്ള എൻവയോൺമെൻറ്റിലാണ് ഇപ്പോൾ ഈ താമര പിടിച്ചു വരുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇവർ നാച്ചുറലി ഇപ്പം എങ്ങനെയാണെങ്കിലും വളരാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും അവർ പിടിച്ചു കയറും. ഇപ്പോൾ കണ്ടില്ലേ ഇലയുടെ വലിപ്പം കാര്യങ്ങളൊക്കെ? അയ്യോ, നല്ല വലിയ എക്സ്ട്രാ ലാർജ് എന്ന് പറഞ്ഞാൽ പോരാ, അതിനപ്പുറത്തുള്ളൊരു സൈസാണെന്നുണ്ടെങ്കിൽ ആ സൈസിലാണ് ഈ ഇല വന്നിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ ടബിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്രയും വലിപ്പത്തിലുള്ള ഇല വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ടാങ്കൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്യുമല്ലോ, ആ ഒരു ഘട്ടത്തിലൊക്കെ ഇത്രയും വലിയ ഇല വരുമായിരിക്കും. പക്ഷേ ഇത് എൻ്റെ ഹൈറ്റിലൊക്കെ പോയിട്ടാണ് ഇലയും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തായാലും കൊള്ളാം. നോക്കിയേ, നന്നായി പിടിച്ച് കയറിയിട്ടുണ്ട്. പിന്നെ അവിടെയൊക്കെ ബഡ് വരുന്നുണ്ട്. കണ്ടില്ലേ? എനിക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ അവിടെയൊക്കെ ബഡ്സ് കാണുന്നത്? ഇപ്പോൾ നിലവിലൊരു 5 ബഡോളം വന്നിട്ടുണ്ട്. ഫ്ലവർ ആദ്യത്തേതാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ തന്നെ നാച്ചുറലായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ട്യൂബർ, ഇപ്പം വേറെ ആമ പോലത്തെ ജീവികൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ട്യൂബേഴ്സ് ചിലപ്പം തിന്ന് കളയും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടബിൽ വെച്ചിട്ട് അതെന്ത് ചെയ്യാൻ വെച്ചാൽ വളർന്നു കഴിഞ്ഞാൽ കുളത്തിലോട്ട് ഇറക്കി വെക്കുക ഉണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ നന്നായിട്ട് പിടിച്ച് കയറും. അപ്പോൾ ഇതാണ് ഞാൻ കുളത്തിൽ നട്ട താമരയുടെ ഫ്ലവർ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.